മുൻജന്മാസിലുള്ള കർമ്മം തീർക്കാനാണ് നമ്മൾ ഈ പ്രഭുഭൂമിയിൽ വന്നിട്ടുള്ളത്. അത് തീർക്കുക. ഏതോ ജന്മത്തിൽ തീർക്കേണ്ട സാധനമായിരുന്നു, അത് തീർക്കാൻ ചാൻസ് കിട്ടി, അത് വേസ്റ്റ് ആക്കി കളഞ്ഞു. ഇനി വീണ്ടും വീണ്ടും കിട്ടും ഇതേ മന്ത്രി തന്നെ. വീടുകളിലും എപ്പോഴും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ടെന്ന് പറഞ്ഞാൽ പാസ്റ്റ് ജന്മാസിലെ ഏറ്റവും വൈരാഗ്യത്തിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. പാസ്റ്റ് ലൈഫിൽ അതായത് സംഭവിച്ചിട്ടുണ്ട്. ഈ കുട്ടി വേറെ അങ്ങനെ ആ ആളുടെ അടുത്ത് ഇതേപോലെ തിരിച്ചും പെരുമാറിയിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മത്തിൽ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തിന് ഈ കുട്ടീനെ ചെയ്യണത്. കുറ്റം കേട്ട സന്തോഷത്തോടെ സ്വീകരിക്കും. ഒരടി കിട്ടിയാൽ നമുക്കത് മുൻ ജന്മത്തിൽ കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ കിട്ടണതെന്ന് നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രശ്നമില്ല. എന്തുകൊണ്ട് ആ ഒരു ആളെ മാത്രം ക്രൈമിൽ കൊല്ലുന്നു? ഇഷ്ടംപോലെ വേറെ ആൾക്കാരുണ്ട്. കാരണം യേശു ക്രിസ്തു പറയണെന്നാണ്, ഒരു അടി കൊണ്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തെ കാണിച്ചു കൊടുക്കാറില്ല പറയുന്നത്. ഗാന്ധിജിയും പറയണത്. നമസ്കാരം സ്വാമി. നമ്മൾ ഒരാളെ പറ്റി കുറ്റം പറയുകയാണ്. കുറ്റം പറയുന്ന സമയത്ത് എന്തായിരിക്കും ശരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് ഒന്ന് പറഞ്ഞുതരുമോ? നമ്മൾ ദേഷ്യപ്പെടാന്നായിരിക്കും. ഞാനാണ് ഇയാളെ ദേഷ്യപ്പെടാന്നായിരിക്കും. ഇപ്പം എൻ്റെ ഉള്ളിലൊരു മനസ്സിൻ്റെ ഒരു എനർജി വൈബ്രേഷൻ ഉണ്ടല്ലോ, നെഗറ്റീവ് വൈബ്രേഷനാണ്. അത് ഞാനിങ്ങനെ പ്രലോഭിപ്പിച്ച് അങ്ങ് ബൊമ്പാടിക്കുകയാണ്, ദേഷ്യപ്പെടുത്താണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എനർജി ട്രാൻസ്ഫർ വരികയാണ് അങ്ങോട്ടേക്ക്. അവിടെ റിസീവ് ചെയ്യുക എങ്ങനെയെന്ന് നോക്കുക. ഞാൻ ഇവിടുന്ന് ബൊമ്പാട് ചെയ്തു, ഒരു എനർജി ട്രാൻസ്ഫറിങ് നടത്തി. ഇപ്പം നിങ്ങൾ വന്നിട്ട് അതിനെ സന്തോഷത്തോടുകൂടി റിസീവ് ചെയ്യാണ്. ഓ സന്തോഷം, നന്നായി. കാരണം യേശു ക്രിസ്തു പറയണെന്നാണ്, ഒരു അടി കൊണ്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തെ കാണിച്ചു കൊടുക്കാനല്ലേ പറയുന്നത്. ഗാന്ധിജിയും പറയണത് തന്നെ ഇത് തന്നെ സംഭവം. അപ്പോൾ നിങ്ങൾ ഇങ്ങടേക്ക് തന്നത് എനിക്ക് സന്തോഷമായി. കാരണം എന്താ, നമ്മൾ വിചാരിക്കണം എന്താ, പാസ്റ്റ് ജന്മയിൽ ഇവരുടെ ഉള്ള കർമ്മം തീർന്നു കിട്ടി. മുൻ ജന്മത്തിൽ ഇയാൾക്ക് എന്തോ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ചിങ്ങോട്ട് തരണതാ. അപ്പോൾ സന്തോഷത്തോടുകൂടി മേടിക്കുക. മനസ്സിലായോ? അപ്പോൾ എന്ത് സംഭവിച്ചു? ഇയാളുടെ കർമ്മം ഒരു പണിയെടുക്കാണ്ട് ഇദ്ദേഹം തീർത്തു തന്നു. അറ്റ് ദ സെയിം ടൈം ഇദ്ദേഹത്തിൻ്റെ എനർജി ലോസ് ആവുകയും ചെയ്തു. ഒരു എനർജി ഇയാൾ വിട്ടല്ലോ, അത് നല്ല രീതിയിലല്ലേ റിസീവ് ചെയ്തേ. അപ്പം ഇയാൾ പണിയെടുക്കാണ്ട് ഇയാളുടെ കർമ്മം തീർന്നു, എൻ്റെ എനർജി ലോസ് ആവുകയും ചെയ്തു. തിരിച്ച് ഇയാൾ പ്രതികരിക്കാന്ന് വിചാരിക്കുക ഇതിനെ, അപ്പം പോയി. അപ്പം വീണ്ടും ഇതേ കർമ്മം ബാലൻസ് കിടക്കും നിങ്ങൾക്ക്. ഇനി ഏതോ ജന്മത്തിൽ തീർക്കേണ്ട സാധനമായിരുന്നു, അത് തീർക്കാൻ ചാൻസ് കിട്ടി, അത് വേസ്റ്റ് ആക്കി കളഞ്ഞു. ഇനി വീണ്ടും വീണ്ടും കിട്ടും ഇതേ മന്ത്രി തന്നെ. അപ്പോൾ ഒരു അടി കൊണ്ട് കഴിഞ്ഞാൽ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇതാണ് വീടുകളിലും നടക്കുന്നത്. വീടുകളിലും എപ്പോഴും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ടെന്ന് പറഞ്ഞാൽ പാസ്റ്റ് ജന്മാസിലെ ഏറ്റവും വൈരാഗ്യത്തിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും മരിക്കുക. മക്കളായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് ജനിക്കുക. അപ്പോൾ ഇവിടെ അടി ഉണ്ടാക്കാൻ തന്നെ വന്നേക്കണത്, പ്രതികാരം തീർക്കാൻ വേണ്ടി വന്നേക്കണമായിരിക്കും മിക്ക വീടുകളിലും. ചിലയിടത്ത് മാത്രമാണ് അത്രയും ക്ലോസ് ബൈ കിട്ടുള്ളൂ. അത് റയർ സിറ്റുവേഷൻസ്, രണ്ടുപേരും ഒരേപോലെ വന്നത്. അപ്പം ആ സിറ്റുവേഷനിൽ വരുമ്പോൾ ഹസ്ബൻഡ് വൈഫിനെ ചീത്ത പറയും, അല്ലേ വൈഫ് ഹസ്ബൻഡിനെ ചീത്ത പറയും, സന്തോഷത്തോടെ ചിരിക്കുക. ഓ സന്തോഷം, ഒരു പണിയെടുക്കാണ്ട് നമ്മളെ കർമ്മം തീർന്നിട്ടില്ലേ. അല്ലെങ്കിൽ എത്ര നേരം നമ്മൾ ധ്യാനിക്കുകയോ ഭജിക്കുകയോ ചെയ്യണം ഈ സാധനം തീർന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ? കർമ്മം തീരണ്ടേ? കർമ്മം തീരാനല്ലേ നമ്മളിവിടെ വന്നേ. അപ്പം അത്രയും നേരം നമ്മൾ ജപിച്ച് 2, 3, 5 മണിക്കൂർ 10 മണിക്കൂർ ഇരുന്ന് ജപിക്കുന്ന സമയം കൊണ്ട് ഒറ്റ സെക്കൻഡിൽ ഈ പരിപാടി തീർന്നു കിട്ടിയില്ലേ. നമ്മളറിയാണ്ട് സന്തോഷിക്കണം. നമ്മൾ സന്തോഷിക്കണം. നമ്മുടെ മുൻ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഇത് ഇപ്പൊ തീർന്നു കിട്ടി, അയാളുള്ള കണക്ഷൻ തീർന്നു. അപ്പൊ രക്ഷപ്പെട്ടില്ലേ? പെട്ടു. നിങ്ങളുടെ അത്രയും എനർജി നിങ്ങൾക്ക് ലോസ് ആയിരിക്കും. ഒരിക്കലും ചെയ്യരുത്. പിന്നെ സാധാ ലെവലിലൊന്നും ശപിച്ചാലൊന്നും നീക്കൊന്നുമില്ല. പക്ഷേ ധ്യാനിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നല്ല ജപത്തിലിരിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ എന്നും ഫലിക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ല. മനസ്സിൽ പോലും ചിന്തിച്ചാൽ അവിടെ ആക്ഷൻ വരും. അപ്പം അതുകൊണ്ട് എന്ത് കേട്ടാലും സന്തോഷത്തോടെ സ്വീകരിക്കുക, ഏത് രീതിയിലായാലും. ഇപ്പോ തെറ്റ് ചെയ്യാതെ തന്നെ അത്തരം സന്ദർഭങ്ങളിലായിരിക്കുമല്ലോ പലപ്പോഴും ഈ വേദന ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മളെ പറ്റി സംസാരിക്കുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നമ്മൾ അവരോട് പോയി പ്രതികരിക്കുന്നുണ്ടാവില്ല. പക്ഷെ അല്ലാണ്ട് തന്നെ നമുക്ക് പേഴ്സണലി മനസ്സിലൊരു വിഷമം ഉണ്ടാവും. അപ്പൊ അങ്ങനെ സമയത്ത് മനസ്സിൽ വിഷമം വന്നാൽ പോയി, നമ്മൾ കേൾക്കുന്നതിനും മനസ്സിൽ വിഷമം വന്നാൽ പോയില്ലേ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ നിന്നൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അങ്ങടേക്ക് ബൊമ്പാട് ചെയ്തു ഇല്ലേ. ആ ബൊമ്പാട് ഇയാൾ റിസീവ് ചെയ്തു, ഇയാൾ വിഷമിച്ചിരിക്കുന്നു.
അപ്പം അതിനെന്താ കഥയുള്ള എന്ന് പറഞ്ഞാൽ ഈ എനർജി ഇയാൾ കൂളായിട്ട് റിസീവ് ചെയ്ത് പാപം മുഴുവൻ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരുന്നു. അത്ര അപ്പൊ കർമ്മ എഫക്ട് ചെയ്യില്ലേ? ഇപ്പൊ ചില സമയത്ത് കേൾക്കില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് കൂടും, നിങ്ങളുടെ കർമ്മം തീരില്ലല്ലോ, നിങ്ങളുടെ കർമ്മം കൂടെയല്ലേ ചെയ്യുക. നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ വീണ്ടും കയറി വന്നേക്കണമെന്ന് നിങ്ങൾ ഏത് ആറ്റിറ്റ്യൂഡിൽ അത് എടുക്കണോ അതിനനുസരിച്ചിരിക്കും മൈൻഡ് ആയത്. അപ്പം ട്വിസ്റ്റ് ചെയ്ത് വിടുക, അപ്പം തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് വന്നോളും. നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുക, ചിരിച്ചു നിൽക്കുക. അപ്പം ഇയാളുടെ കർമ്മം, ഇയാളുടെ എനർജി ഇയാൾക്ക് തന്നെ ലൂസ്. ഇപ്പൊ ആ ഒരു മൊമെന്റില് നമുക്കത് കേൾക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും, അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മൾ ഓക്കെ എന്നിട്ട് സ്വാമി പറയുന്ന മോഡലിലേക്ക് വരുവാണെങ്കിൽ അങ്ങനെയൊന്നും പറ്റൂല. നമ്മൾ റിസീവിങ് ടൈമിൽ തന്നെ നമ്മൾ സന്തോഷിക്കുക. ഇത് നമ്മുടെ മൈൻഡ് സെറ്റ് സെറ്റ് ആക്കണം. ഒരടി കിട്ടിയാൽ നമുക്കത് മുൻ ജന്മത്തിൽ കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ കിട്ടണത്. നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പ്രശ്നമില്ല. ഇപ്പോൾ റോഡിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവൻ്റെ കുഴപ്പം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ക്രൈമുകൾ ഇല്ലേ, എന്തുകൊണ്ട് നടക്കുന്നു? എന്തുകൊണ്ട് ആ ഒരു ആളെ മാത്രം ക്രൈമിൽ കൊല്ലുന്നു? ഇഷ്ടംപോലെ വേറെ ആൾക്കാരില്ലേ? അല്ലെങ്കിൽ ഒരു കുട്ടി, ആ കുട്ടി മാത്രം പഠിപ്പിക്കപ്പെടുന്നു. എന്തുകൊണ്ട് ആ കുട്ടി മാത്രം പഠിപ്പിക്കും? മറ്റുള്ളവരെന്താ പഠിപ്പിക്കണത്? ഇല്ലേ? ഇഷ്ടംപോലെ ആൾക്കാരില്ലേ? എന്തുകൊണ്ട് അവർക്ക് മാത്രം അത് സംഭവിക്കുന്നു? അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അവരുടെ പ്രശ്നം കൊണ്ടാണെന്ന് പറയരുതല്ലോ. അതന്നെ കുഴപ്പം. അവിടെയാണ് നിങ്ങളുടെ ഇമോഷൻ വർക്ക് ചെയ്യുന്നത്. ഇമോഷൻ നിങ്ങളുടെ വർക്ക് ചെയ്യുന്നതോടെ ഇമോഷണല്ല വേണ്ടേ, ഇന്റലക്ച്വൽ തിങ്കിങ് വർക്ക് ചെയ്യണം. അപ്പം നിങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ തോന്നും. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിച്ചതെന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം. പാസ്റ്റ് ലൈഫിൽ അതേ സംഭവിച്ചിട്ടുണ്ട്. ഈ കുട്ടി വേറെ അങ്ങനെ ആ ആളുടെ അടുത്ത് ഇതേപോലെ തിരിച്ചും പെരുമാറിയിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മത്തിൽ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തിന് ഈ കുട്ടീനെ ചെയ്യണത്. അത് ജെൻഡർ വേണമെങ്കിൽ മാറാം, ആണ് പെണ്ണാവാം, പെണ്ണാണാവാം. അപ്പം ഈ ജന്മത്തിൽ തീർക്കണം, അത് തീർത്തു. മനസ്സിലായോ? എന്ന് വിചാരിച്ചിട്ട് നാളെ തുടങ്ങി ക്രൈം ചെയ്യണമെന്നല്ല, അതിനെ പോസിറ്റീവായിട്ട് എടുക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി, ഓൺ റിയാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അവരെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവരെ പാസ്റ്റ് ജന്മാസിൽ അവർക്ക് അങ്ങനെ ഇവർ വേറെ ആൾക്കാരെ അങ്ങനെ അത് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ റിട്ടേണാണ് ഈ ജന്മത്തിൽ കിട്ടുന്നത്. അപ്പോൾ അത് അനുഭവിക്കുക രക്ഷയുള്ളൂ, അല്ലാണ്ട് വേറെ എന്താണെന്ന് പ്രവൃത്തി. അല്ലെങ്കിൽ എല്ലാവർക്കും അതേ സെയിം സിറ്റുവേഷൻ ഉണ്ടാവണ്ടേ? അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ആ, അപ്പം എന്തെങ്കിലും ഒരു കാരണമുണ്ട് അവിടെ. ആ കാരണം പാസ്റ്റ് ലൈഫാണ്. അപ്പം അതുകൊണ്ട് മുൻജന്മാസിലുള്ള കർമ്മം തീർക്കാനാണ് നമ്മൾ ഈ പ്രഭുഭൂമിയിൽ വന്നേക്കുന്നത്. അത് തീർക്കുക, തീർത്തു പോവുക. കുറ്റം കേട്ട സന്തോഷത്തോടെ സ്വീകരിക്കുക. അത്രയും പണി തീർന്നല്ലോ. എന്തിനാ നമ്മൾ പണിയെടുക്കാണ്ട്? ഇപ്പം അതന്നെ ഇപ്പം നമ്മുടെ ഇപ്പം ഇതിനകത്ത് ചാനലിൽ വരുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻസും വരുന്നുണ്ട്. ഈ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ ആ പറയുന്ന ആ വ്യക്തി, ആ എഴുതുന്ന അയാളുടെ നെഗറ്റിവിറ്റിയെ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യണം. ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ഓ, അവൻ എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും പണിയെടുത്തില്ല, എത്ര സമയം വേസ്റ്റ് ചെയ്തല്ലോ, അതിന് സന്തോഷം. അതുകൊണ്ട് അവരെ നമസ്കരിക്കുക വേണ്ടത്. പക്ഷേ ആ കുട്ടിക്ക് അത്രയും എനർജി ലോസാണ് അവിടെ വരുന്നത്. കാരണം അവൻ ഓൾറെഡി എനർജി ബൊമ്പാടി, അവൻ്റെ മൈൻഡ് തോട്ട് അത്രയും നേരം വർക്ക് ചെയ്ത് എന്നിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞു. അത് എനർജി ഓൾറെഡി വന്നു കഴിഞ്ഞു. ഞാൻ സന്തോഷിച്ചിരിക്കുകയാണ്, നേരെ എനിക്ക് ഒന്നും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് അപ്പോൾ ആർക്കാ പോണേ? വിട്ട ആൾക്ക് തന്നെ പോയി, എനർജി ലോസായി. ഇവിടെ എക്കുന്നില്ലല്ലോ, പിന്നെന്താ കുഴപ്പം? അപ്പം അത് അവനാണ് പ്രശ്നം. അതുകൊണ്ട് അത്യാവശ്യം ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ സൂക്ഷ്മതലത്തിലാണ് ഇപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ. അപ്പോൾ ഈ സൂക്ഷ്മതലത്തിൽ അറിഞ്ഞുകൊണ്ട് നിന്നുകൊണ്ട് സംസാരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞില്ലെങ്കിൽ പഠിക്കുക. അതിനെക്കുറിച്ചിട്ട് എവിടെ നിന്ന് കിട്ടുന്ന ത്വര വരണം, എവിടെ നിന്ന് ഇത് പഠിക്കാൻ പറ്റും, എങ്ങനെ ഈ ലെവലിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ ആ ലെവലിൽ പോയി അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യണം, എപ്പോഴും ചെയ്യണം, അറിഞ്ഞും കൊണ്ട്. അല്ലാതെ ചുമ്മാ വെറുതെ പോണ വണ്ടിക്ക് കല്ലെറിയണോണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇതന്നെ. ഓക്കെ.